ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീരാൻ വീട്ടിൽ വന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ മരിച്ചു എന്നുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി മുറിയിലിരിക്കുകയാണ്. ശ്രുതി ഭയങ്കര കരച്ചിലാണ് ശ്രുതിയുടെ മടിയിലൊക്കെ കിടന്നുകൊണ്ട്. ശ്രുതിയുടെ അച്ഛന്റെ മരണം നമ്മുടെ ശ്രുതിയെയും വല്ലാതെ തളർത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശ്രുതി പറയുന്നുണ്ട് നാളെ ഒരു ദിവസത്തേക്ക് നിന്റെ അച്ഛൻ മരിച്ചതിന്റെ പേരിൽ കട അടച്ചിടായെന്നൊക്കെ. പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ. ഓരോരോ ഉടായ്പ് പറഞ്ഞിട്ട് ശ്രുതി അതിൽ നിന്ന് പിന്മാറ്റുന്നൊക്കെ ഉണ്ട്. കാരണം അച്ഛൻ നല്ലൊരു ബിസിനസ്മാൻ ആണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അപ്പാടെ വിശ്വസിക്കുകയും അദ്ദേഹം വലിയൊരു ബിസിനസ്മാൻ ആണല്ലോ, അദ്ദേഹം പറയുന്നതിൽ കാര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കട തുറക്കുക എന്ന് പറയാണ്. പക്ഷെ അച്ഛൻ മരിച്ചതുകൊണ്ട് ശ്രുതിയുടെ അടുത്ത് കുറച്ച് ദിവസം വീട്ടിലിരിക്കാനും കൂടി നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചതിന്റെ ദുഃഖം കൂടും, അതുകൊണ്ട് താൻ ശ്രുതിയുടെ കൂടെ ഇരിക്കാം. അങ്ങനെയാകുമ്പോൾ തനിക്കൊരു ആശ്വാസം കിട്ടും. ഇനി തനിക്ക് ശ്രുതി മാത്രമേ ഉള്ളൂ, ഇനി നമ്മൾ നമ്മുടെ ബിസിനസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശ്രുതിയെ വീഴുന്ന രീതിയിലുള്ള ഡയലോഗുകളൊക്കെയാണ് കേട്ടോ ശ്രുതി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മീര ഇതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട്. ബീരാന്റെ അഭിനയമൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു. തൽക്കാലത്തേക്ക് പ്രശ്നം കഴിഞ്ഞു എന്നാണ് നമ്മുടെ ശ്രുതിയും മീരയൊക്കെ വിചാരിക്കുന്നത്. എന്നാൽ സച്ചിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ, ഇത് ശ്രുതിയുടെ കളി തന്നെയാണ് എന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ ഓരോരോ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് കല്യാണത്തിന്റെ സമയത്താണെങ്കിൽ ശ്രുതി പറഞ്ഞത് അച്ഛൻ വേൾഡ് ടൂറിലാണെന്നാണ്. അത് കഴിഞ്ഞ് താലി പിരിച്ച് കോർക്കൽ സമയത്ത് അച്ഛൻ വരും എന്ന് പറഞ്ഞ് അവസാനം അതിന് വന്നില്ല. അതിനുശേഷമാണ് പറഞ്ഞത് എന്താ അച്ഛൻ ജയിലായി എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മൾ മലേഷ്യക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛനെ കൊല്ലുകയും ചെയ്തു. ഇതിൽ എന്തോ ഒരു കള്ളത്തിലുണ്ടെന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ രേവതി ആണെങ്കിൽ ചോദിക്കുന്നത് സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും മരിച്ചു എന്ന് കള്ളം പറയോ എന്നൊക്കെയാണ്. അതിനേക്കാളും വലിയ എന്തോ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെയാണ് സച്ചിയുടെ ഒരു ധാരണ കേട്ടോ. ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാണണം എന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. സച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കും ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ സച്ചേട്ടൻ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് ആയിരിക്കും എന്നൊക്കെയാണ് രേവതി പറയുന്നത്. അല്ല രേവതി, അവള് മറ്റെന്തോ വലിയൊരു കാര്യം മറയ്ക്കുന്നുണ്ട്. ഇതുവരെ പിടിക്കപ്പെടാത്തത് അവൾ വൻ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. സിനിമയെ വെല്ലുന്ന രീതിയിലാണ് പൗഡർ എടുത്ത് കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. രാവിലെ തന്നെ നമ്മുടെ ബാംബയെ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാംബയുടെ അടുത്ത് ശ്രുതിയുടെ അച്ഛൻ മരിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട ബാംബയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചു നാളായിട്ട് ശ്രുതിക്ക് എല്ലാം മോശപ്പെട്ട കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഒരു നോക്ക് അവളുടെ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്നൊക്കെ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ബാമ പറയുന്നത്. ഇത് കേട്ട് ചന്ദ്രയും പറയുന്നുണ്ട് ആ വിഷമം എനിക്കും ഉണ്ട്. സച്ചിയാണെങ്കിൽ മലേഷ്യ പോവാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനും ഭയങ്കര സന്തോഷത്തില് അവളുടെ അച്ഛനെ കാണാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയി. എന്തായാലും ചന്ദ്രയെ ഞാന് വീട്ടിലേക്ക് വരാം, പക്ഷെ ശ്രുതിയെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് ബാമ പറഞ്ഞു കേട്ട ഉടനെ ഇപ്പൊ എന്നെ ആരെങ്കിലും ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പൊ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയല്ലോ, അപ്പൊ അവളുടെ സ്വത്തുക്കളൊക്കെ വരാതിരിക്കുമോ എന്ന്. അതെങ്ങനെ വരാതിരിക്കുന്നത്? കോർട്ടിലെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിയുടെ പേരിലേക്ക് തന്നെ എല്ലാം വരും. ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയില്ലേ, ഇനിയിപ്പോ കേസ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അതിന്റെ തീർപ്പ് വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞത്. അതിന്റെ വിധി ശ്രുതിക്ക് അനുകൂലമായി തന്നെ വരും. ശ്രുതിയുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും വരും എന്നുള്ള കാര്യം അവളുടെ ഇളയച്ചൻ പറഞ്ഞിട്ട് പോയി. സ്വത്തുക്കൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും കുറച്ചൊരു ആശ്വാസം ആവുമല്ലോ എന്ന് ബാമ പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും വരും. അധികം വൈകാതെ തന്നെ ഈ സ്വത്തുക്കളെല്ലാം കിട്ടുന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവളുടെ ഇളയച്ചൻ പോയത്. ഇതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് ഹേമ വരുന്നുണ്ട് കേട്ടോ. ഹേമയ്ക്ക് അറിയാം ഇത് രേവതിയുടെ അമ്മായിമ്മയാണെന്നും അവരുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഡാൻസ് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. ചന്ദ്രപതി മാഡം എന്നൊക്കെ വിളിച്ചുകൊണ്ട് കേട്ടോ ഉള്ളിലേക്ക് വരുന്നത്. ആരാണ്, കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയല്ലേ ഡാൻസ് സ്കൂൾ നടത്തുന്നത്? അതെ, നിങ്ങൾ ഉള്ളിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഉള്ളിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ചന്ദ്രയുടെ വീടാണോ അത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല, ഹേമയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. രേവതിയെ എങ്ങനെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഹേമ ചന്ദ്രമതിയുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഒന്നും അറിയാത്തതുപോലെയാണ് കേട്ടോ പഴകുന്നത്. നിങ്ങൾ ഇവിടെ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു, നന്നായിട്ട് ഡാൻസ് പഠിപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഡാൻസ് പഠിപ്പിക്കാനെന്ന് കേട്ട ഉടനെ തന്നെ അവരുടെ മകൾക്കോ മകനോ വേണ്ടിയിട്ടാണെന്നാണ് ചന്ദ്ര വിചാരിക്കുന്നത്. എന്നാൽ തനിക്ക് വേണ്ടി തന്നെയാണെന്ന് ഹേമ പറഞ്ഞത് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഈ പ്രായത്തിലൊക്കെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഹേമയുടെ അടുത്ത് ഭാമ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ മാഡത്തിന്റെ അത്രയൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമൊന്നും താൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് എത്രത്തോളം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പാട്ട് വെച്ചിട്ട്
ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടേ. ഡാൻസ് കളിക്കുന്നത് കാണുന്ന സമയത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് തുടർന്ന് പഠിക്കാണ്ടിരുന്നത്, പാതിയിൽ എന്തിനാ വിട്ടുകളഞ്ഞത്, ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നല്ലൊരാളായിട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ ചന്ദ്രമതി അവളുടെ ഡാൻസ് കാണുന്ന സമയത്ത് പറയുന്നുണ്ട്. ജോലി തിരക്ക് കാരണം പോവാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നുള്ള കാര്യം കൂടി അവൾ അറിയിക്കുന്നുണ്ട്. എന്ത് ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് മണ്ഡപത്തില് പൂ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയുന്നത്. ഓ ആണോ എന്ന് ചന്ദ്ര ഭയങ്കര ഇതോടുകൂടി ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഭാമയാണെന്നുണ്ടെങ്കിൽ ഓ നിങ്ങൾ മണ്ഡപ ഡെക്കറേഷൻ ആണല്ലേ ചെയ്യുന്നത്. ചന്ദ്രമതിയുടെ മരുമകളും അതേപോലെ തന്നെ പൂ വിൽക്കുകയും ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പറയണേ. ഓ ആണോ, അറിയാത്തതുപോലെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പേര് പറയത്തക്ക രീതിയിൽ അത്ര ഫേമസ് ഒന്നും അല്ല. പേര് രേവതി എന്നാണെന്ന് പറയുന്നുണ്ട്. ഓ ആ പെട്ടിക്കകത്ത് പൂ വെച്ചിട്ട് ബൈക്കിൽ കൊണ്ടുവന്ന അവളല്ലേ, അത് നിങ്ങളെ മരുമകളാണോ എന്ന് ചോദിക്കുമ്പോ എന്റെ മരുമകളല്ല, അത് എന്റെ ഭർത്താവിന്റെ മരുമകളാണ്. ഭാമ എന്തിനൊക്കെ വാ വെച്ചിട്ട് ചുമ്മാതിരിക്കാനൊന്നും അറിയില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം രേവതിയെ കുറിച്ച് പറയുന്നത് ചന്ദ്രയ്ക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതിൽ നിന്ന് ഹേമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. രേവതിയെ കുറിച്ചിട്ട് എനിക്കറിയാം, രേവതിയുടെ അമ്മയാണല്ലോ അമ്പലത്തിന്റെ അവിടെ പൂക്കട വെച്ചിരിക്കുന്നത്. അവളുടെ അച്ഛനും അവിടെ അടുത്ത് കരിമ്പ് ജ്യൂസ് കട വെച്ചിട്ടല്ലായിരുന്നോ അവര് ജീവിച്ചുകൊണ്ടിരുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. നമ്മള് മൂന്നാലിടത്തങ്ങൾ പോകുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. രേവതിയുടെ അച്ഛനാണ് ബസ് ആക്സിഡന്റിലല്ലേ മരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ആക്സിഡന്റ് ആണ് ഇതുവരെ എന്റെ വീട്ടിൽ കിടന്നിട്ട് ആടിക്കൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ലെന്ന് ഹേമ പറയുമ്പോ അത് വലിയൊരു കഥയാണ്, നിങ്ങൾ അത് വിട്ടേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വലിയ മനസ്സാണ് കേട്ടോ. ഒരു പൂക്കാരിയൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ മരുമകളായിട്ട്. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ വലിയ വീട്ടിലെ ആളാണ് എന്നുള്ള കാര്യം. അതിൽ എനിക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. എല്ലാം എന്റെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന പരിപാടിയാണെന്നാണ് ചന്ദ്ര താല്പര്യമില്ലാതെ പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹേമയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് എന്തായാലും രേവതിയെ ഇഷ്ടമല്ല. ഇവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എതിരാളിയെ വെളിയെ തേടേണ്ട ആവശ്യമില്ല, വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട്. ഇവരെ വെച്ചുകൊണ്ട് തന്നെ രേവതിയെ അടക്കാന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. ഹേമ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയാണല്ലോ. നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. എന്തായാലും രേവതിക്ക് നിങ്ങളെ പോലത്തെ ഒരു അമ്മായിമ്മയെ കിട്ടാൻ വേണ്ടിട്ട് ഭാഗ്യം ചെയ്യണമെന്ന് പറയുമ്പോ എന്ത് ചെയ്യാൻ, അവളെ പോലത്തെ ഒരു മരുമകളെ എനിക്ക് മരുമകളായിട്ട് കിട്ടിയത് എന്റെ ഭാഗ്യക്കേടാണെന്നാണ് ചന്ദ്ര പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. എന്നെ ഡാൻസ് ക്ലാസ് ചേർത്തോ എന്ന് ഹേമ ചോദിക്കുന്നുണ്ട്. എന്നെ വിശ്വസിച്ച് വന്ന ആൾക്കാരെ ഞാൻ എന്തായാലും മടക്കി വിടത്തില്ല. പിന്നെ അത് മാത്രമല്ലല്ലോ, നിങ്ങൾ നന്നായിട്ട് ഡാൻസും കളിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ ചേർത്തിരിക്കുന്നു എന്ന് ചന്ദ്ര പറയുകയാണേ. ചേർത്തു എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ പുറത്തു പോയിട്ട് ഹേമയുടെ കൂടെ വന്നവന്റെ കയ്യിൽ നിന്ന് താലവും അതുപോലെ പുടവയും പൂക്കളും എല്ലാം കൂടി വെച്ചിരിക്കുന്ന ഒരു താളം കൊണ്ടുപോയിട്ട് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുവാണേ, ഇത് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. ഇതെന്തിനാണ്, നിങ്ങളെ ഞാൻ ചേർത്തില്ലല്ലോ, നിങ്ങൾ ചേർത്തു എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇത് ഗുരുദക്ഷിണയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുള്ള സാരി എടുത്തിട്ട് ചന്ദ്രയുടെ മേല് വെച്ചിട്ട് നിങ്ങളുടെ കളറിന് ഇത് നന്നായിട്ട് ഇണങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹേമയും അതുപോലെ ചന്ദ്രയും കൂടി ചേർന്നിട്ടുള്ള ഫോട്ടോ ഭാമയെ കൊണ്ട് എടുപ്പിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഹേമ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഹേമ പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതി ആണെങ്കിൽ അതിനകത്ത് വെച്ചിരിക്കുന്ന സാരിയും അതുപോലെ പൈസയൊക്കെ എടുത്തിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ശേഷം ശ്രുതിയും മീരയും അതുപോലെ ബീരാനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്തായാലും എല്ലാവരും വിശ്വസിച്ചല്ലേ കാര്യങ്ങളൊക്കെ എന്ന് മീര ചോദിക്കുമ്പോ മറ്റാരും വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ആന്റി വിശ്വസിച്ചു, എനിക്കത് മതി, കാരണം ആന്റിയാണ് എന്നേക്കാൾ കൂടുതൽ കരഞ്ഞത്. നീ നിന്റെ അച്ഛൻ പോയ വിഷമത്തിൽ കരഞ്ഞു, എന്നാ നിന്റെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ സ്വത്ത് പോവോ എന്നുള്ള വിഷമത്തിലായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക. അതിനുശേഷം സാറിന്ന് വിളിച്ചിട്ട് ബീരാന്റെ അടുത്ത് നന്ദി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഉഴപ്പോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്, പക്ഷെ നന്നായിട്ട് അഭിനയിച്ചു. എല്ലാവരും എന്റെ അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം വിശ്വസിക്കുകയും മലേഷ്യക്ക് പോകാനുള്ള പ്ലാന് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, എന്നാൽ ഇപ്പോ റിലീഫായി. ഇനി എന്തായാലും എന്റെ മേലെ ആർക്കും ഒരു സംശയം തോന്നില്ല, ഞാൻ എന്തായാലും പിടിക്കപ്പെടില്ല എന്ന് പറയുമ്പോഴേക്കും ആ കറക്റ്റ് സമയത്ത് തന്നെ രേവതി ഡോർ തുറന്നിട്ട് മീരയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് വരുവാണ് കേട്ടോ. അവിടെ വന്നിരിക്കുന്ന സമയത്ത് മീരയും അതുപോലെ തന്നെ ശ്രുതിയും ബീരാനെയും നമ്മുടെ രേവതി കാണുന്നുണ്ട്. രേവതിയുടെ വരവ് കാണുമ്പോഴേക്കും ഇരുന്നിടത്തുനിന്ന് മൂന്നാൾ അങ്ങ് എഴുന്നേൽക്കുവാണേ. ബീരാനാണെങ്കിൽ ബബബ അടിച്ചിട്ട്, അല്ല രേവതി എന്താ ഇവിടെ, ഞാന് ശരിയായ സമയത്ത് തന്നെയാണ് വന്നത്. അപ്പോ ഇവര് നിന്റെ ഇളയച്ചനും അല്ല, നിന്റെ അച്ഛൻ മരിച്ചിട്ടുമില്ല അല്ലേ? അത് രേവതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ബബ്ബ പഠിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ബീരാനാണെന്നുണ്ടെങ്കിൽ ഞാന് ഇവളുടെ ഇലേഷനുമല്ല, മലേഷ്യന്ന് വന്നതുമല്ല, ഞാന് ഇറച്ചിക്കടക്കാരനാണ്, ഇറച്ചി വിട്ടുന്ന ആളാണ്, എനിക്കിതിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടുന്ന് സ്കൂട്ടാവാണ്. അയ്യോ ബീരാനൊക്കെ പോലെ എന്ന് മീര പറയുന്നുണ്ടെങ്കിലും ബീരാൻ കേൾക്കാത്ത അവിടുന്ന് പോവാണ്. അതിൽ നിന്ന് രേവതിക്ക് ഒരു കാര്യം മനസ്സിലാവാണ്, അപ്പോ അവരുടെ പേര് ഒറിജിനൽ അല്ല അല്ലേ.
എന്താണ് ശ്രുതി ഇതൊക്കെ? ഞാനും വിചാരിച്ചു നിന്റെ അച്ഛൻ മരിച്ചല്ലോ, ആ വിഷമത്തിലായിരുന്നു ഞാനും. എന്നാ ഇത്രയും വലിയൊരു കള്ളമാണല്ലേ നീ പറഞ്ഞത്? വീട്ടിലുള്ള എല്ലാവരും നീ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താടി പുതിയ കഥ പറയാൻ വേണ്ടി പോവാണോ? കുറച്ചു നാളായിട്ട് ഞങ്ങൾക്ക് നിന്റെ മേലെ നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പൊ നീ കോടീശ്വരിയല്ല, മലേഷ്യയിലെ പെണ്ണുമല്ല, ഒന്നും അല്ല അല്ലേ? നിന്റെ മേലെ അമ്മയ്ക്ക് എന്തോ ഒരു സ്നേഹമുണ്ട്, ആ അമ്മയല്ലേ നീ പറ്റിച്ചത്? അത് മാത്രമല്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ നിന്നെ അതുപോലെ തന്നെ നിന്റെ ഭർത്താവിനെ അകറ്റാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിച്ച സമയത്ത് രണ്ടുപേരെ ചേർക്കാനാണ് അച്ഛൻ ശ്രമിച്ചത്. അത്രയും തങ്കപ്പെട്ട മനുഷ്യനായ അച്ഛനെ നീ പറ്റിച്ചു അല്ലേ? അത് മാത്രമല്ല നീ നിന്റെ ഭർത്താവിനെയും അല്ലേ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഇത് നോക്കി രേവതി, ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. എന്റെ അച്ഛൻ ശരിക്കും മലേഷ്യ തന്നെയാണെന്ന് പറയുമ്പോൾ നീ ഇനി പറയുന്ന കള്ളങ്ങളൊന്നും ഞാൻ വിശ്വസിക്കില്ല. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നീ ഇത്രയും കള്ളം പറഞ്ഞു അല്ലേ? ഇതെല്ലാം കള്ളമാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ സാഷ്ടാംഗം മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും നിനക്ക് മാപ്പ് തന്നിട്ട് നിന്നെ അംഗീകരിച്ചേനെ. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുവാണല്ലേ? ഇനി എന്തായാലും നിന്നെ വെറുതെ വിടുന്നത് ശരിയല്ല. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് പോയി പറയാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും ഓടി ചെന്ന് രേവതിയെ പിടിക്കുവാണ്. രേവതി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണ്, സോറി, പക്ഷെ വീട്ടിൽ മാത്രം ഈ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്ന രീതിയിലാണ് കേട്ടോ രേവതിയുടെ അടുത്ത് ശ്രുതി സംസാരിക്കുന്നത്. നീ എന്തോരം കള്ളം പറഞ്ഞിട്ടാണ് വീട്ടുകാരെ പറ്റിച്ചിരിക്കുന്നത്? ഇനിയും എന്തായാലും ഇങ്ങനെ വിടുന്നത് ശരിയല്ല. വീട്ടിലെ എല്ലാവരും മുമ്പിൽ പോയിട്ട് സത്യം പറയാൻ വേണ്ടി പോവുകയാണ്, അതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി വീണ്ടും പോകുമ്പോഴേക്കും ശ്രുതി പിടിച്ചു വെക്കുവാണേ. രേവതി എന്റെ ജീവിതം തന്നെ പോകും, ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ജീവിതം മാത്രം ജീവിച്ചാൽ മതി, അല്ലാത്തത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവളുടെ കൈവിട്ട് പോവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടേ. രേവതി ആണെങ്കിൽ ഞാൻ പറയാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് വലിച്ചൂരി പോവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും രേവതി അങ്ങ് പിടിച്ച് അങ്ങ് ഉള്ളിലേക്ക് ഇടുവാണ് കേട്ടോ ശ്രുതി. അതിലടക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എങ്ങോട്ടാടി പോകുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ശരിയാണ്, ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഒരു തെറ്റുമല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോഴും നീ തിരുത്താൻ വേണ്ടി തയ്യാറല്ല. നിന്നെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാല് നീ മൊത്തം കുടുംബത്തെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ തള്ളിയിട്ടിട്ട് രേവതി പോവാണേ. രേവതി പോകുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന കത്തി എടുത്തിട്ട് രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. ഞാൻ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, നീ ജീവനോടെ ഇരുന്നാൽ മാത്രമല്ലേ പറയുള്ളൂ ചെന്നിട്ട് എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് നേരെ കത്തി ഇങ്ങനെ ഓങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി ആണെങ്കിൽ കൈ അങ്ങ് മടക്കിയിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ കത്തി അങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് അവളുടെ കഴുത്തിന് പിടിച്ചിട്ട് രേവതി പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, എന്നെ കൊല്ലുന്നോ? നീ വിചാരിച്ചിരിക്കുന്ന എന്റെ കൈ വെറും പൂക്കെട്ടാ മാത്രമേ കൊള്ളുമല്ലോ എന്നാണോ? ശ്രുതിയുടെ കൈ തിരിച്ചു പിടിച്ചിട്ട് കള്ളം പറയോടി. അതിന്റെ ഇടയ്ക്ക് മീര രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. മീരയുടെ അടുത്ത് ദൂരെ പോകാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് ചൂണ്ടിയിട്ട് നമ്മുടെ രേവതി കാണിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. രേവതി എന്നെ വിട് പറഞ്ഞിട്ട് കിടന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അതോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യും. ശ്രുതിയുടെ കള്ളത്തരങ്ങൾ രേവതി കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. താങ്ക്